നവംബർ മന്തായി, തണുപ്പായി. ഇനി അങ്ങോട്ട് പെട്ടെന്ന് രാത്രിയാവും കേട്ടോ. ഇപ്പം 5:30 5:45 ആകുമ്പോഴേക്കും ഫുള്ള് ഇരുട്ടാവും. ഞാനിവിടെ ചാളക്കറിയാണ് ഉണ്ടാക്കുന്നത്. മത്തി എന്ന് പറയില്ലേ, ആ സംഭവം തന്നെ. എനിക്കിതിനേക്കാൾ ഇഷ്ടം അയലയാണ് കേട്ടോ. തേങ്ങ അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് തേങ്ങ അരച്ച് വെക്കാനാണ് കൂടുതൽ അറിയുക. ഞാൻ മുളക് കറി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവാറില്ല. എനിക്ക് ആ പുളിയുടെ കൺസിസ്റ്റൻസി ഒക്കെ കറക്റ്റ് ആവില്ല. പക്ഷേ തേങ്ങ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പിന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിയുകയും ചെയ്യും. എല്ലാം കഴിഞ്ഞ് കുഞ്ഞുള്ളി ചെറുതായിട്ട് എണ്ണയിലിട്ട് മൂപ്പിച്ചിട്ട് നമ്മൾ ഒഴിക്കുമല്ലോ, അത് ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. അധികം എണ്ണ കയറണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ബാക്കി എല്ലാ കറികളും ഉണ്ടാക്കുമ്പോൾ നമ്മൾ എണ്ണ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട്. പക്ഷേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് ചില വീക്ക് ഞാൻ അങ്ങനെ വെക്കാറുണ്ട്. നമ്മൾ വീക്കിലി ഒരു പ്രാവശ്യം ഒക്കെയാണ് മീൻകറി കൂടുതൽ ഉണ്ടാക്കുക. പൊതുവേ മീൻകറി ഉണ്ടെങ്കിൽ ഭയങ്കര ധൈര്യമാണ് കേട്ടോ. ഒരു ദിവസം ഉച്ചയ്ക്ക് മീൻകറി കഴിച്ചാൽ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് മീൻകറി എടുക്കാനുള്ളത് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ പിറ്റേ ദിവസം രാത്രി എടുക്കാം, അല്ലെങ്കിൽ അന്നത്തെ ദിവസം തന്നെ രാത്രി എടുക്കാം. നാട്ടിലൊക്കെ എങ്ങനെയാണ്, നമ്മൾ മീൻകറി കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ വേഗം തന്നെ അന്ന് തന്നെ പോയിട്ട് വാങ്ങിച്ചിട്ടുണ്ടാക്കും. അങ്ങനെയാണല്ലോ കൂടുതലും. പക്ഷേ ഇവിടെ നമ്മൾ ഗ്രോസറി വാങ്ങുന്നതിൻ്റെ ഒപ്പം തന്നെ മീനൊക്കെ വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെക്കും. ഉണ്ടാക്കുന്നതിലും കുറച്ച് മുന്നേ നമ്മൾ ഫ്രീസറിൽ നിന്നൊക്കെ എടുത്ത് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഐസൊക്കെ കളഞ്ഞ് എല്ലാം ശരിയായതിന് ശേഷം വേണം ഉണ്ടാക്കാനായിട്ട്. അതൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ. എന്നാലും കുഴപ്പമില്ല. ഇവിടെ ഞാൻ മീൻകറിയുടെ കൂടെ രാവിലത്തെ സ്റ്റൂവും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുക്കാൻ മറന്നതാണ്. വെജിറ്റബിൾ സ്റ്റൂ ആയിരുന്നു കേട്ടോ, ക്യാരറ്റും ബീൻസൊക്കെ ഇട്ടിട്ട്. അപ്പം ശരി, അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം. ബൈ.